ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറഞ്ഞത് ഒരു ഫാമിലി വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് രാവിലെ മുതൽ രാത്രി വരെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ലൈസ്മോൻ രാവിലത്തിന് എണീറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഊഞ്ഞാലിലൊക്കെ ഇത് നല്ല ആദ്യമായിട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നത്. കുറേ നേരം നമ്മൾ അതിലിരുത്തി ആട്ടി കൊടുത്തിട്ട് ആളിങ്ങനെ ഒരു മരുങ്ങായിട്ട് അതിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേക്കുള്ള മേലെ മിക്സ്ചറുണ്ട് കേട്ടോ, മിക്സ്ചറുണ്ട്, നല്ല പാൽ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ 3 പേരും കൂടെ അതുകൊണ്ട് കുടിച്ചു. അപ്പം രാവിലത്തെ മോർണിംഗ് ടീ ആണ്. ഇതിനിടയിൽ ഞാൻ ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊക്കെ വിടാൻ മറന്നുപോയി. വീടെടുക്കാൻ ഓർമ്മ ഉണ്ടായിരുന്നില്ല, പിന്നെ വൈകിട്ടാണ് അതിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ രാവിലെ വൈകിട്ട് നമ്മൾ മാഗിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മോൻ അതായിട്ട് വന്നു. വൈകുന്നേരം ചായ കുടിക്കാൻ നേരം അതിന് മാഗിയൊക്കെ വാങ്ങിച്ച് കൊടുന്ന് എന്നതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ മാഗി റെഡിയാക്കാൻ വേണ്ടി കിച്ചണിലോട്ട് പോയി. 10 രൂപേൻ്റെ 3 മാഗി പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ച്. പിന്നെ നാളെ നോമ്പല്ലേ, അപ്പോൾ ജസ്റ്റ് ബേക്കറി കൊണ്ടുവരേണ്ടെന്ന് കരുതി. ഇനിയിപ്പോൾ നോമ്പിന് നമ്മൾ ബേക്കറി കൊടുന്ന് അതേപോലെ ബാക്കി അവിടെ ഇരിക്കും, ആരും കഴിക്കൂല. അപ്പോൾ ഞാൻ മാഗി റെഡിയാക്കാൻ നിന്ന് ഫെബി ചായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാഗി റെഡിയാക്കാം. 3 മാഗിയുടെ പീസ് നമ്മൾ ഒരൊറ്റ പാത്രത്തിൽ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ വേറെ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കുന്നില്ല, കുട്ടികൾക്ക് കൊടുക്കാണ്ടാണ്ട് തന്നെ അതിലുള്ള ആ മസാല മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാഗി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മക്കളത് കണ്ടപ്പോൾ മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അത് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ തുഞ്ചൽ തുടങ്ങി. പക്ഷേ മാഗി വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേവിനേരെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി. അത് കഴിഞ്ഞിതാണ് നമ്മൾ ഫെബി ചായക്ക് പാല് വെക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ മാഗി ഒന്നും വെന്തതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചാൽ കോഫി ഉണ്ടാക്കാമെന്ന് നമ്മൾ കരുതി. അങ്ങനെ നമ്മൾ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാഗി കഴിക്കാം. ആദ്യം തന്നെ നമ്മൾ മക്കൾക്കാട്ടോ മാഗി കുറച്ചേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആകെ 3 പാക്കറ്റുള്ളൂ, 7 പേരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണമല്ലോ അത് ഷെയർ ചെയ്യാൻ. ഒന്ന് കുറച്ചേച്ച് മക്കൾക്ക് കൊടുത്തിട്ട് മക്കൾക്ക് എപ്പോഴും വേസ്റ്റ് ആക്കണ്ടല്ലോ, കുറച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുത്തപ്പോൾ അവർ പിന്നെ ഹാളിൽ വന്നിരുന്ന് ഫാനൊക്കെ ഇട്ടിട്ട് അത് ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്ത് ഇതിന് ശേഷം എല്ലാവരും കഴിക്കൽ തുടങ്ങി. നടുവിരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാഗി. അപ്പോൾ ഇതിന് ലായസ്മോൻ നല്ല ഉറക്കമായിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും ഫെബിനിഷയും കൂടെ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ബാലൻസ് വന്നിട്ടുള്ള മാഗിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒരൊറ്റ പാത്രത്തിലിട്ട് കഴിച്ചു. കാരണം അത് ഷെയർ ചെയ്യേണ്ടായിരുന്നില്ല. 3 പേരും കൂടെ ഒരുമിച്ചായിട്ടോ കഴിച്ചത്. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ പിന്നെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കഴിക്കുന്ന കാര്യത്തിൽ ഒന്ന് സ്ലോ ആയിട്ടാണ് 2 പേരും. നിഷയ്ക്കാണെങ്കിലോ സ്പൂണിലെടുത്ത് കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ഞാനാട്ടോ അതൊന്ന് കോരിയിട്ട് അതിലിട്ട് കൊടുത്തത്, കഴിക്കാൻ പറ്റണ്ടേ, അതിലിടുമ്പോൾ അതേ താഴ്ത്തു വീഴുക. അങ്ങനെ ഒരു വിധത്തിൽ അതിലേക്ക് ഇട്ട് കൊടുത്തു. മക്കളാണെങ്കിൽ ഇതിനേക്കാളും ഡീസൻറ്റ് കഴിക്കില്ലേ. എന്തായാലും പോട്ടും, വല്ലപ്പോഴും മാത്രമല്ലേ ഇങ്ങനെ കഴിക്കുള്ളൂ. വീഡിയോ കണ്ട് ആക്രാന്ന് കാട്ടി തിന്നുന്ന ആരും പറയണ്ട കേട്ടോ. കാരണം അതൊരു രസത്തിൽ വേണ്ടി ഇങ്ങനെ കഴിച്ചതേ ഉള്ളൂ. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങോട്ട് കഴിച്ച് പോയതാണ്. പിന്നെ അത് കഴിഞ്ഞു നമ്മൾ കോഫി കുടിച്ചു കേട്ടോ. അങ്ങനെ ചായ കുടി കഴിഞ്ഞു. ഇനി നമ്മൾ അത്താഴത്തിനുള്ള ചോറ് റെഡിയാക്കുകയാണ്. പിന്നെ നമ്മൾ റവ ഞങ്ങളൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഒന്ന് കുപ്പിയിലേക്ക് ഇട്ട് വെക്കണം റവ. പിന്നെ ഇത് രാത്രി കഴിക്കാനുള്ള ചപ്പാത്തി റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ബീഫ് കറിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റവ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അത് കുപ്പിയിലോട്ടൊന്നാക്കി വെക്കണം. അല്ല, റൈസ് കുക്കറിൽ ചോറ് വെച്ച് നമ്മൾ രാത്രി നോക്കിയാൽ മതിയല്ലോ, വേറെ ടെൻഷനൊന്നുമില്ല. അത് കഴിഞ്ഞ് മക്കളൊക്കെ ഇവിടെ ആവിൽ കഴിക്കുകയാണ് കേട്ടോ. മക്കൾക്ക് ഭക്ഷണം കഴിച്ചതാണ്, പക്ഷേ അവൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ കൂടെ തന്നെ ഫെബിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും നിഷ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചപ്പാത്തി കഴിച്ചു, നിഷ ചോറ് തിന്നു. ഞാൻ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു, വിശക്കുന്നുണ്ട് എനിക്ക് ഫുഡ് കഴിയുമെന്ന്. പിന്നെ അകത്ത് കയറാൻ നേരമില്ല, കാരണം ഞങ്ങൾക്ക് മാള് സാധനം മേടിക്കാൻ പോകണ്ടായിരുന്നു, നോമ്പല്ലേ. നാളെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കത് വേഗം തന്നാലേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വായിൽ വെച്ച് കൊടുത്തു. അത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈസിൻ മോൻക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഹൈസിൻ മോൻക്കും കൊടുത്തു കേട്ടോ.
അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പോയത് കൊടുക്കുകയാണ് മാളിലോട്ടാണ് സാധനം മേടിക്കേണ്ടത്. അങ്ങനെ നമ്മൾ MJ മാൾ എത്തിയിട്ടുണ്ടായിരുന്നു. MJ മാളിലാണ് നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു MJ മാൾ. ഒരു 10:30 ഒക്കെ ആയ ടൈമിൽ അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലിടാൻ വെച്ചു. അങ്ങനെ ബില്ലിട്ടതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. പിന്നെ റോട്ടിലൊന്നും ആരുമില്ല, എല്ലാവരും കിടന്നിട്ടുണ്ടാവും. അത്രയും ടൈം ആയിക്കണം നമ്മൾ തിരിച്ചു വരുന്ന ടൈമിൽ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കുറഞ്ഞ സാധനമൊക്കെ കിച്ചണിൽ കൊണ്ടുവച്ചു കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ.